യോശുവയുടെ തമ്പുരാൻ പറഞ്ഞു കൊടുത്തു 4 കാര്യങ്ങൾ ചെയ്യാൻ. അന്ന് അവർ ചെയ്തു. ആ 4 കാര്യങ്ങൾ ഇന്ന് നമ്മൾ ആത്മീയമായിട്ട് ചെയ്യുമ്പം നമ്മുടെ വീട്ടിലെ പറമ്പിലുള്ള തിന്മ സത്യങ്ങൾ വിട്ടുപൊട്ടും. അതാണ് ജെറിക്കോ പ്രാർത്ഥന എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, മണ്ണും മൃഗവും ഒക്കെ ഒന്നും മറുതിരിക്കുകയല്ല. അതുകൊണ്ട് ജെറിക്കോ പ്രാർത്ഥന വളരെ പെട്ടെന്ന് ഫലമുണ്ടാകുന്ന ഒരു പ്രാർത്ഥനയാണ്. ഭൗതിക മേഖലയുടെ വിശുദ്ധീകരണം ഈ തിന്മയെ ഇങ്ങനെ ചവിട്ടി നടന്ന് തീർത്തെടുക്കുന്ന രീതി നീങ്ങാനായിട്ട് ഉപയോഗിക്കും ജെറിക്കോ പ്രാർത്ഥന. ജെറിക്കോ പ്രാർത്ഥനയുടെ രീതി എന്താണ്? പുറപ്പാട് പുസ്തകത്തിൻ്റെ 3-ാം അധ്യായം. അതിനകത്ത് മോശ ഹോറോ മലയിൽ ആട് വെച്ച് നടക്കുമ്പോൾ കത്തിയിരുന്ന മുൾപ്പടർപ്പ് അറിയാമല്ലോ. മോശ കയറി വരുന്ന ദൈവം കണ്ടു. എന്നിട്ട് മോശ അടുത്ത് ചെന്നപ്പോൾ തമ്പുരാൻ പറഞ്ഞു, മുൾപ്പടർപ്പിൽ നിന്ന് പറഞ്ഞു, ചെരുപ്പഴിച്ചിട്ട് ഇവിടെ ചവിട്ടാവുള്ളൂ, ഇത് പരിശുദ്ധമാണ്. നോക്കിക്കേ, ഉൽപ്പത്തി 3:17 പറഞ്ഞു, നീ മൂലം മണ്ണ് ശപിക്കപ്പെട്ടതായി പ്രപഞ്ചം മുഴുവനും. അങ്ങ് ശപിക്കപ്പെട്ട മണ്ണിനെ നോക്കിയ ശേഷം ഇപ്പൊ ഇവിടെ തമ്പുരാൻ പറയാണ് ഇത് പരിശുദ്ധമാണ്. അപ്പൊ അതുവരെ മോശ ചവിട്ടി കയറി വന്ന മണ്ണ് ചെരുപ്പിട്ട് ചവിട്ടാം, പരിശുദ്ധമല്ല. ഇപ്പൊ ചവിട്ടാൻ പോകുന്ന തിട്ട വേറെയാണ്. അപ്പൊ ഇതുവരെ ചവിട്ടിയ മണ്ണും ഇപ്പൊ ചവിട്ടാൻ പോകുന്ന തിട്ടയായിട്ട് വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം? ഇത് പരിശുദ്ധമല്ല, പരിശുദ്ധമല്ല. എങ്ങനെ വ്യത്യാസം വന്നു? ഇവിടെ ദൈവസാന്നിധ്യം ഇറങ്ങി വന്നു. അപ്പൊ ഇതാണ് നമുക്കുള്ള ഉത്തരം. പൈശാചികമായ സാന്നിധ്യങ്ങൾ ഒരു സ്ഥലത്ത്, സംഭവങ്ങൾ ഒരു സ്ഥലത്ത് നടക്കുമ്പോൾ അതിൻ്റെ ഇംപ്രിൻറ്റിങ് നടക്കുന്നു. ആത്മഹത്യ, കൊലപാതകം, വ്യഭിചാരം ഇങ്ങനെ നടക്കുമ്പോൾ അതിൻ്റെ പതിയുന്നുണ്ട്. അത് പതിയുമ്പം അവിടെ പൈശാചികമായ സാന്നിധ്യ ശക്തിയാണ് പതിയുന്നത്. അതിനെ മാറ്റാൻ എന്താ? എതിർപ്പ് അവരവിടെ കൊണ്ടുവരിക. അങ്ങനെ മാറ്റാത്രത്തോളം കാലം അവിടെ നിലനിൽക്കും. പിന്നെയും ദുർസംഭവങ്ങൾ നടന്നാൽ അത് കട്ടിയായി പതിയും. അപ്പോൾ അതിനെ തീർക്കാൻ എന്നാ ചെയ്യണം? വിശുദ്ധിയുടെ സംഭവങ്ങൾ, വിശുദ്ധ സാന്നിധ്യം അവിടെ കൊണ്ടുവരിക. അത് ആ വിശുദ്ധ സാന്നിധ്യം നമ്മൾ അവിടെ ഒത്തിരി പതിഞ്ഞ് കിടപ്പുണ്ടെങ്കിൽ നല്ലപോലെ ഈ സാന്നിധ്യം പതിക്കണം. പതിച്ച് മറ്റേ കെടുത്തി തീർത്തെടുക്കണം. ഇതാണ് അതിൻ്റെ ബേസിക് തത്വം പറയുന്നത്. റോമ ലേഖനത്തിൻ്റെ 8-ാമത്തെ അധ്യായത്തിലെ 19 തിരുവചനങ്ങൾ. ഇത് ഇച്ചിരി കാച്ചിക്കുറിക്കിയ പ്രതിപാദനമാണ്. ശ്രദ്ധിച്ച് കേൾക്കുക. കാര്യം സിമ്പിളാണ്, പക്ഷേ ഈ പ്രതിപാദന വാക്കുകളും വളരെ ഒത്തിരി അർത്ഥം ഒളിച്ചേർക്കപ്പെട്ടിരിക്കുന്നതാണ്. സൃഷ്ടപ്രപഞ്ചം ദൈവമക്കളുടെ വെളിപ്പെടുത്തലിനെ ആകാംക്ഷയുടെ കാത്തിരിക്കുന്ന വ്യർത്ഥതയ്ക്ക് അടിപ്പെട്ടിരുന്നു. സ്വന്തം ഇഷ്ടത്താലല്ല, പ്രത്യാശ കൊടുത്തതിന് അധീനമാക്കിയവൻ്റെ അഭീഷ്ടപ്രകാരം സൃഷ്ടി ജീർണതയുടെ അടിമത്തിൽ നിന്ന് മോചിതമാവുകയും ദൈവമക്കളുടെ സ്വാതന്ത്ര്യം പ്രാപിക്കുകയും ചെയ്യും. സമസ്ത സൃഷ്ടികൾ ഒന്നു ചേർന്ന് ഇതുവരെ മീറ്റുന്നവ അനുഭവിക്കുകയും നെടുവീർപ്പിടുകയും ചെയ്യും. നമുക്കറിയാം. ഇത്ര ഭാഗമെടുത്ത് അതിനകത്ത് ഈ സൃഷ്ടപ്രപഞ്ചത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന 4 പരാമർശങ്ങൾ കണ്ടോ? വ്യർത്ഥതയ്ക്ക് അടിമപ്പെട്ടിരിക്കുന്നു, ജീർണതയുടെ അടിമത്തത്തിലാണ്, ഈറ്റുന്നവ അനുഭവിക്കുന്നു, നെടുവീർപ്പെടുന്നു. ഒരു പേഴ്സണിഫൈഡ് ആയിട്ടാണ് പറയുന്നത്. വ്യക്തിയെപ്പറ്റി പറയുന്നവരാണ് പറയുന്നത്. ഈ പ്രപഞ്ചം ഒരു വ്യക്തി ആയിരുന്നാൽ എന്ന പോലെ അതിൻ്റെ സങ്കടം, വിഷമം, ഈറ്റുന്നവ, നെടുവീർപ്പ് പറയുകയാണ്. അപ്പം ഈ ദയനീയ അവസ്ഥയ്ക്ക് കാരണം എന്താ കാരണം? അത് സ്വയമേ വരുത്തി വെച്ചതല്ലെന്ന് പറയുകയാണ്. 20-ാം വാക്യം. വ്യർത്ഥതയ്ക്ക് അടിമപ്പെട്ടത് സ്വന്തം ഇഷ്ടത്താലല്ല. കാരണം സ്വന്തമായിട്ട് പ്രപഞ്ചത്തൊന്നും ചെയ്യാൻ പറ്റിയല്ല. പിന്നെ എന്താണ്? പ്രത്യാശ കൊടുത്തതിന് അധീനമാക്കിയവൻ്റെ അഭീഷ്ടപ്രകാരമാണ്. ഞാൻ പറഞ്ഞ കച്ചിക്കുറുക്കിയ പരാമർശങ്ങളാണ്. പ്രത്യാശ കൊടുത്ത് പ്രപഞ്ചത്തെ അധീനമാക്കിയത് ആരാ? മനുഷ്യനാണ്. എന്തുകൊണ്ടാണ്? പ്രപഞ്ചത്തെ ഒരു വ്യക്തിയെപ്പോലെ പറയുകയല്ലേ. സൃഷ്ടിയുടെ രംഗം നോക്കുമ്പം പ്രപഞ്ചത്തെ ദൈവം ഇങ്ങനെ സൃഷ്ടിച്ചു. 1-ാം ദിവസം 2-ാം ദിവസം അങ്ങനെ വന്ന് 5-ാം ദിവസം വരെ ആയപ്പം നല്ല മനോഹരമായ പറുദീസ, ജീവജാലങ്ങളെല്ലാം റെഡി, പൂത്തെറിഞ്ഞ് പുഷ്പഫലാദികൾ എല്ലാമായിട്ട് നിൽക്കുന്നു. ആ പ്രപഞ്ചം ഒരു വ്യക്തിയെ പോലെ പറയുകയാണ്. പ്രപഞ്ചം സ്വയം ചിന്തിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ചോദിക്കുകയാണ്, ഇതെന്താ നമ്മളിങ്ങനെ ഒരുക്കിയിരിക്കുന്നത്? കല്യാണപ്പന്തല് പോലെ ഒരുക്കിയത് ആരാ? ഒരു വീടിൻ്റെ മുറ്റത്ത് പന്തലുണ്ടാക്കിയോ വഴിയെ പോന്ന് ചോദിക്കുക, എന്താ വിശേഷം? അപ്പോൾ ഇവിടെ പ്രപഞ്ചം ചോദിക്കുക, എന്താ വിശേഷം? ഇതെന്താ ദൈവം ഇങ്ങനെ നമ്മളെ ഒരുക്കിയിരിക്കുന്ന, മനോഹരമായിരിക്കുന്നതെല്ലാം ഭംഗിയായിരിക്കുന്നല്ലോ. അപ്പോൾ തമ്പുരാൻ 6-ാം ദിവസം പറയുകയാണ്, ഇതാണ് വിശേഷം, മനുഷ്യൻ. നിങ്ങളുടെ ഉത്തരവാദിത്വം മനുഷ്യനെ ഏൽപ്പിക്കുകയാണ്. ഈ സൂക്ഷിക്കാനും സംരക്ഷിക്കാനും കൃഷി ചെയ്യാനും ഞാൻ മനുഷ്യനെ ഏൽപ്പിക്കുന്നു. നിങ്ങൾ മനുഷ്യനെ സേവിക്കണം. എല്ലാ ജീവജാലങ്ങളും വിളിച്ച് മനുഷ്യനും എന്നെ കൊണ്ടുവന്ന് ആദവയ്ക്ക് പേരിട്ട് അവരുടെ പേരായി. ആ പ്രത്യാശ കൊടുത്ത് തങ്ങളെ ഏറ്റെടുത്ത് അധീനമാക്കി മനുഷ്യൻ. പ്രത്യാശയുടെ പ്രപഞ്ചം മനുഷ്യനെ നോക്കി, ഞങ്ങളുടെ എല്ലാം തലയും മകളും എല്ലാം നിങ്ങളാണല്ലേ, ഇതാ ഞങ്ങൾ റെഡി അറ്റ് യുവർ സർവീസ്. അങ്ങനെ നിന്നപ്പം ഈ പ്രത്യാശ കൊടുത്ത അധീനമാക്കിയവൻ്റെ അഭീഷ്ടപ്രകാരം ചെയ്യേണ്ടത് വന്നു. എന്ത്? ഈ മനുഷ്യൻ തൻ്റെ ഇഷ്ടം സാത്താൻ അടിയറ വെച്ചു. അപ്പോൾ മനുഷ്യൻ സാത്താൻ്റെ അടിമയായി. അപ്പോൾ പ്രപഞ്ചവും സാത്താൻ്റെ കയ്യിൽ പോയി. ഒരു രാജാവ് വേറെ രാജാവിനെ കീഴ്പ്പെടുത്തിയാൽ ആ രാജാവിന് മാത്രമല്ല കെട്ടിയെടുത്തുകൊണ്ട് വരിക,
ആ രാജാവിൻ്റെ കസ്റ്റഡിയിലുള്ള രാജ്യവും കൂടെ ഈ രാജാവിന് കിട്ടും എന്ന് പറഞ്ഞ പോലെ സാത്താൻ മനുഷ്യനെ തോപ്പിച്ച് അടിമയാക്കിയപ്പം മനുഷ്യൻ്റെ കയ്യിലുള്ള പ്രപഞ്ചവും സാത്താൻ്റെ കൈ കിട്ടി. അതാണ് ലൂക്ക 4 ഒക്കെ വരുമ്പോൾ പരീക്ഷ സാത്താൻ ഈശോ പറയും, ഇതെല്ലാം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. കണ്ടോ എങ്ങനെ നൽകപ്പെട്ടു? കപടമായിട്ട് എടുത്താണ് അവൻ. പക്ഷെ ഈശോ നോ പറഞ്ഞില്ല, നുണയെന്ന് പറഞ്ഞില്ല, കാരണം അത് അല്പം കാര്യമാണ്. അതുകൊണ്ടാണ് ഈ ലോകത്തിൻ്റെ പ്രമാണി എന്ന് പറയുന്നത്. ഈ ലോകത്തിൻ്റെ അധികാരി വരുന്നു. കണ്ടോ, അതുകൊണ്ടാണ് സാത്താനിക ശക്തികൾക്ക് സമ്പത്തിൻ്റെ മേൽ, വസ്തുക്കളുടെ ഒരു പ്രത്യേക പവറുണ്ട്. സമ്പത്തുണ്ടാക്കാനൊക്കെ വേണ്ടി കൂടോത്രം മന്ത്രവാദത്തിന് പോകുന്ന ഒത്തിരി പേര് സാമ്പത്തിക മേഖലയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടല്ലോ റോമ 8. അപ്പം ഈ മനുഷ്യൻ്റെ അഭീഷ്ടപ്രകാരം സംഭവിച്ച ജീർണതയാണിത്. അപ്പം ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത്? അപ്പം ഇവർ ഈറ്റുന്നവും അനുഭവിക്കുകയാണ്, നെടുവീർപ്പിട്ട് കാത്തു നിൽക്കുകയെന്ന് പറയുകയാണ്. എന്തിന്? 19 വാക്യം, ദൈവമക്കളുടെ വെളിപ്പെടുത്തലിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ദൈവമക്കൾ വെളിപ്പെടണം. എന്താ അതിനർത്ഥം? ഇത് ഭരണങ്ങാനത്തൊരു ദൈവമക്കൾ വെളിപ്പെട്ടു, അൽഫോൻസാമ. അപ്പം എന്ത് സംഭവിച്ചു? അൽഫോൻസാമയുടെ ശരീരമായിട്ട് മാറിയിരുന്ന സൃഷ്ടപ്രപഞ്ച ആ മണ്ണ് വിശുദ്ധമായി, അസ്ഥികളെല്ലാം വിശുദ്ധമായി. അൽഫോൻസാമ്മ കവറടങ്ങിയ കല്ലറ, എല്ലാ ബന്ധനവും മാറി. ഇരുന്ന കസേര, കടന്ന് കട്ടില പെരുമാറി മുറി, തിന്മയുടെ സ്വാധീനം മാറി, വിശുദ്ധമായി. ജീർണത അടിമത്തെല്ലാം മാറി, വിശുദ്ധ സ്ഥലങ്ങളായി മാറി, ദൈവിക സാന്നിധ്യമുള്ളതായിട്ട് മാറി. ഇങ്ങനെ ഓരോ വീടും പറമ്പും മണ്ണും ആകാംക്ഷയോടെ ഈറ്റുന്നവും അനുഭവിച്ച് കാത്തിരിക്കുകയാണ് ദൈവമക്കൾ വെളിപ്പെടാൻ എന്ന് പറയുമ്പം, സ്നേഹമുള്ളവരെ, നിങ്ങൾ ഓരോരുത്തരുടെയും വീടും പറമ്പും ഇതേ അവസ്ഥയിൽ നിൽക്കുന്നു എന്നർത്ഥം. ഈ ധ്യാനത്തിലേക്ക് നിങ്ങൾ പോന്നിരിക്കുമ്പോൾ ഇപ്പം അവിടെ നിങ്ങളുടെ വീടും പറമ്പും എല്ലാം ആകാംക്ഷയോടെ ഇരിക്കുകയാണ്. ഇക്കുറിയെങ്കിലും എൻ്റെ ചേട്ടായി ചേച്ചി ദൈവമകളായും മകനായി തിരിച്ചു വന്ന് ഇവിടെ കയറുമ്പം വിടുതൽ പ്രാപിക്കും. മനസ്സിലായോ? ദൈവമക്കളുടെ വെളിപ്പെടുത്തലിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഇനിയും ഈ ചേട്ടായി ചേച്ചി ഇവിടെ വന്ന് കയറി തെറിയും വഴക്കും ചീത്തയും കള്ളുകൂടിയും പരിപാടിയായിട്ട് ഞങ്ങളെ ഞെരുക്കി സാത്താൻ്റെ കൊടുക്കരുത്. ഞങ്ങളെ ഒന്ന് വിടുവിക്കാൻ ഇപ്പോഴെങ്കിലും ആരാ വരുമെന്ന് ഓർത്ത് കാത്തിരിക്കും. നമ്മുടെ വലിയ ഉത്തരവാദിത്വമാണ്. ഇത് നമ്മൾ ചെയ്യുന്ന ഒരു എളുപ്പമാർഗമാണ് ജെറിക്കോ പ്രാർത്ഥന. ജെറിക്കോ പ്രാർത്ഥനയുടെ അടിസ്ഥാന സംഭവം ജോഷുവ 6-ാം അധ്യായത്തിൽ കാണുന്ന ജെറിക്കോ കോട്ടയുടെ തകർച്ചയാണ്. ആയുധങ്ങളും ആളുബലവും ഒന്നുമില്ലാതെ പ്രാർത്ഥന കൊണ്ട്, സ്തുതിപ്പ് കൊണ്ട്, ദൈവ സാന്നിധ്യം കൊണ്ട് കോട്ട തകർത്തുവെന്നാണ് ആ സംഭവം. അറിയാമല്ലോ, കോട്ട ശക്തമായ കോട്ടയായിരുന്നു. ചുറ്റി ജോഷുവയുടെ തമ്പുരാൻ പറഞ്ഞു കൊടുത്തു 4 കാര്യങ്ങൾ ചെയ്യാൻ. അന്ന് അവർ ചെയ്തു. ആ 4 കാര്യങ്ങൾ ഇന്ന് നമ്മൾ ആത്മീയമായിട്ട് ചെയ്യുമ്പം നമ്മുടെ വീട്ടിലെ പറമ്പിലുള്ള തിന്മ സത്യങ്ങൾ വിട്ടുപൊട്ടും. അതാണ് ജെറിക്കോ പ്രാർത്ഥന എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, മണ്ണും മൃഗവും ഒക്കെ ഒന്നും മറുതിരിക്കുകയല്ല. അതുകൊണ്ട് ജെറിക്കോ പ്രാർത്ഥന വളരെ പെട്ടെന്ന് ഫലമുണ്ടാകുന്ന ഒരു പ്രാർത്ഥനയാണ്. വളരെ പെട്ടെന്ന് ഫലമുണ്ടാക്കും. ഞാൻ പ്രസ്ഥാനത്തായിരിക്കും ഇതേപ്പറ്റി പറഞ്ഞപ്പം ഇപ്പോഴും ഇവിടെ എനിക്ക് കണക്കിൽ സഹായിക്കുന്ന ഒരു ചാക്കോച്ചൻ ചേട്ടനുണ്ട്. ചിലപ്പോൾ അറിയാം, ചാക്കോച്ചേട്ടന് നല്ല കൃഷിക്കാരൻ, പക്ഷേ വീട്ടുമുറ്റത്തിൽ ഒറ്റ വളർത്തുമൃഗമില്ല. ഒരു വളർത്തുമൃഗം വാഴിയല്ല. ഒരു ഒത്തിരി ആഗ്രഹമാണ്. അപ്പോൾ ഈ ജെറിക്കോ പ്രാർത്ഥന കേട്ട് കഴിയുമ്പോൾ ചാക്കോച്ചേട്ടൻ പറഞ്ഞു, അച്ഛൻ ഞാൻ ജെറിക്കോ പ്രാർത്ഥന നടത്തട്ടെ. ഞാൻ നടത്താൻ പറഞ്ഞു. അത് നടത്തി കഴിഞ്ഞ് ഇങ്ങനെ ചോദിച്ചു, അച്ഛൻ ഞാൻ പശുക്കിടാന് വാങ്ങിച്ച് വിടാൻ പറഞ്ഞു. ആ പശുക്കിടെ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ട് കെട്ടി. ഒരു കുഴപ്പം കൂടെ പശുക്കൾ വളർന്നു പാലായി. ഇപ്പോൾ വേറെ പശുവിനെ വാങ്ങിച്ചു, അങ്ങനെ നല്ലൊരു പാലായി. ആടിനെ വാങ്ങിച്ചതുപോലെ പന്നിയെ വാങ്ങിച്ചത് എല്ലാം സമൃദ്ധിയിലേക്ക് വന്നു. വീട്ടുമുറ്റം നല്ല വളർത്തുമൃഗങ്ങളുടെ ഐശ്വര്യമായിട്ട് ആ വീട്ടുമുറ്റം മാറി. നിപ്പം മാറ്റം വന്നു. ഒത്തിരി സംഭവങ്ങൾ ഇങ്ങനെയുണ്ട്. അപ്പോൾ ജെറിക്കോ പ്രാർത്ഥന നമുക്ക് നടത്താം. അത് നടത്താനുള്ള 4 കാര്യങ്ങൾ ജോഷുവയോട് ദൈവം പറഞ്ഞു കൊടുക്കുന്നിട്ട് അവിടെ കാണുന്ന 4 വാക്കുകൾ, 4 ഫ്രേസുകളുണ്ട്. അത് പിന്നെ ആദ്യം നോട്ട് ചെയ്ത് വെച്ചു. അന്ന് ആദ്യം പറഞ്ഞത് വാഗ്ദാന പേടകം എടുക്കുക. ജോഷുവ 6-ാം അധ്യായം 1 വാക്യങ്ങൾ വായിച്ചാൽ അത് കാണാം. വാഗ്ദാന പേടകം എടുക്കുക. 1-ാമത്തേത്. 2 കാഹളധ്വനി മുഴക്കുക. 3 ചുറ്റി നടക്കുക, കോട്ടയ്ക്ക് ചുറ്റും. 4 7 ദിവസം ആവർത്തിക്കുക. ഇതാണ് അന്ന് പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ. ഇത് നമ്മൾ ഇന്ന് എങ്ങനെ ചെയ്യും? 1-ാമത്തെ വാഗ്ദാന പേടകം എടുക്കുക. നമുക്കിന്നെങ്ങനെ വാഗ്ദാന പേടകം എടുക്കാൻ പറ്റും? ഈ വാഗ്ദാന പേടകം എന്ന് പറയുന്ന അന്നത്തെ അവരുടെ ദൈവ സാന്നിധ്യത്തിന് ഏറ്റവും ശക്തമായ ഇതാണ്. 10 കൽപ്പനകൾ എഴുതി, 2 കൽപ്പലകൾ, മന്ന സൂക്ഷിച്ചിരിക്കുന്നു, അഹ്റോന്റെ തടുത്ത വടി, ഇതൊക്കെയാണ് അതിനകത്തുള്ളത്. അവർക്കുള്ള ദൈവ സാന്നിധ്യത്തിൽ ഏറ്റവും മൂർത്തമായ കാര്യങ്ങൾ അതിനകത്തുള്ളത്. കർത്താവിൻ്റെ സാന്നിധ്യം തന്നെയാണ്, കർത്താവിൻ്റെ സാന്നിധ്യമാണത്. അപ്പോൾ നമ്മൾക്ക് വാഗ്ദാനപടം എടുക്കാന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതങ്ങളെ ദൈവസാന്നിധ്യമുള്ളതായിട്ട് മാറ്റുക.
മുൾപ്പടർപ്പിൽ ഹോറബിൽ ദൈവം ഇറങ്ങി വന്നപ്പോഴാണ് വിശുദ്ധമായത്, പരിശുദ്ധമായത്. അപ്പം നമുക്കും നമ്മുടെ വീട്ടിലേക്കും പറപ്പിക്കുന്ന ദൈവ സാന്നിധ്യം കൊണ്ടുവരണം. വേറെ സാന്നിധ്യങ്ങൾ പണ്ട് വന്നു പോയി, അതുകൊണ്ടാണ് അവിടെ തിന്മ പതിഞ്ഞത്, കുടിയിരുത്തി, അതുകൊണ്ടാണ് പതിഞ്ഞത്. നമുക്കതിനെ എങ്ങനെ ദൂരീകരിക്കാം? ദൈവ സാന്നിധ്യം അങ്ങോട്ട് കൊണ്ടുവരണം. എങ്ങനെ കൊണ്ടുവരാൻ പറ്റും? നമ്മുടെ ഉള്ളിൽ ദൈവസാന്നിധ്യം നിറയ്ക്കുക. അതിനും പ്രാർത്ഥന, അഭിഷേകം, സ്തുതിപ്പെല്ലാം മാർഗമാണെങ്കിലും പദാർത്ഥപരമായ സാഹചര്യങ്ങളുടെ വിശുദ്ധീകരണമായതുകൊണ്ട് പദാർത്ഥപരമായി തന്നെ നമുക്ക് ദൈവസാന്നിധ്യം എടുക്കാൻ പറ്റുന്നത് ദിവ്യകാരുണ്യ സ്വീകരണത്തിലാണ്. ദിവ്യകാരുണ്യ സ്വീകരണം. അപ്പോൾ നമുക്ക് അപ്പമായിട്ട് തന്നെ ദൈവസാന്നിധ്യം നമ്മളിലേക്ക് വരും. നമ്മുടെ രക്തത്തിലും എല്ലാം അപ്പം അലിച്ചു ചേർന്ന് നമ്മുടെ ശരീരം തന്നെ ആ പ്രത്യേക രീതിയിൽ വിശുദ്ധീകരിക്കും. ദൈവസാന്നിധ്യം കൊണ്ട് നിറയുന്ന അനുഭവമാണ് കുർബാന സ്വീകരണം. അപ്പം നമ്മൾ ജെറിക്കോ പ്രാർത്ഥനയ്ക്കുള്ള ഒന്നാമത്തെ വ്യവസ്ഥ, ആ പ്രാർത്ഥന നടത്തുമ്പം ആ വ്യക്തികളുടെ കുർബാന സ്വീകരിക്കുക. പള്ളിയിൽ പോയി കുർബാന സ്വീകരിച്ച് ദൈവ സാന്നിധ്യം ഉള്ളവരായിട്ട് വരിക. ഈ അപ്പം ഭക്ഷിക്കുന്നതിന് ഞാൻ അവരിലും വസിക്കും എന്ന് പറഞ്ഞറിയാമല്ലോ. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ, കാഹളത്തിന് ധ്വനി സ്വതാം മുഴങ്ങട്ടെ എന്ന് പറഞ്ഞിരിക്കുകയാണ്. എന്താ? പ്രാർത്ഥന ഉയരണം. തമ്പുരാനെയും കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ തമ്പുരാനെ സ്തുതിച്ച് മഹത്വപ്പെടും. അപ്പോഴാണ് തമ്മിൽ ശക്തി അനുഭവമായിട്ട് തീരുന്നത്. പ്രാർത്ഥിച്ചുകൊണ്ട് പോകണം ജെറിക്കോ പ്രാർത്ഥന നടത്താൻ. അപ്പോൾ ജെറിക്കോ പ്രാർത്ഥനയെന്ന് പറഞ്ഞ് പ്രത്യേക പ്രാർത്ഥന ചൊല്ലിയിട്ട് പോകുന്നതല്ല, കൊന്ത ചെല്ലുന്നവരെ അല്ല. ഇതൊരു ഒരു ഒരു പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാമിൽ ഒരു ജെറിക്കോ പ്രാർത്ഥന എന്നൊരു പ്രാർത്ഥനയില്ല. ഈ മൊത്തം പ്രോഗ്രാമിന് പറയുന്ന പേരാണ് ജെറിക്കോ പ്രാർത്ഥന. അവിടെ ഈ കാഹളത്തിന് മുഴങ്ങട്ടെ. അപ്പം എന്ത് കാഹളത്തിനെയാണ്? എന്താ പ്രാർത്ഥന ഉയരേണ്ടത്? എന്തും ഒക്കെയാണ് കൊന്ത, കരുണക്കൊന്ത, സ്തുതിപ്പല്ല. എങ്കിലും വിശ്വാസ പ്രമാണം ഏറ്റവും കരുത്താണ് ഈ മേഖലയിൽ. കാരണം ഈ വിശ്വാസ പ്രമാണം ഉരുവായി തന്നെ ബഹിഷ്കരണ പ്രാർത്ഥനയുടെ പശ്ചാത്തലത്തിലാണ്. വിശ്വാസ പ്രമാണം ചൊല്ലുന്നതിന് മുമ്പ് കരുണക്കൊന്ത ചൊല്ലുന്നത് നല്ലതാണ്. കാരണം നമ്മൾ അനുദപിച്ച് ആൾക്കാർക്ക് വേണ്ടി സ്ഥലത്തിന് കരുണക്കൊന്ത ചെല്ലുക, ഒരുങ്ങുക. കാരണം കരുണക്കൊന്ത ചെല്ലുമ്പോൾ തിന്മകളെ ഈശോയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കും. തിന്മ എന്തെങ്കിലും ഈശോയ്ക്ക് ഏൽപ്പിച്ച് കൊടുക്കാത്ത കുഴപ്പമുണ്ടെങ്കിൽ നമ്മൾ വിശ്വാസമാണ് ചൊല്ലിക്കൊണ്ട് ദൈവശക്തി അങ്ങ് കൊടുക്കുമ്പം മറ്റൊമാർക്കുള്ള അവകാശം തീർന്നിട്ടില്ല, അവർ ചിലപ്പോൾ തിരിച്ചു പിടിക്കും. ചിലപ്പോൾ ഞെരുക്കം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമുക്ക് വേണ്ടിയാണ് അനുദപിക്കുക, കുമ്പസാരിക്കുക, അങ്ങനെ ഒരുങ്ങുക. കുടുംബാംഗങ്ങളെയും മാപ്പ് ചോദിച്ച് കുമ്പസാരിപ്പിച്ച് ഒരുങ്ങുക. അവർ കുമ്പസാരിക്കുന്നില്ല, കരുണക്കൊന്ത ചൊല്ലിച്ചില്ല, അവിടെ തിരുമ ഈശോയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. അങ്ങനെ ഒരു ക്ലെൻസിങ് നടത്തിയിട്ട് വേണം ഇവനെതിരെ വിശ്വാസപാഠം ചൊല്ലാൻ. പൊതുവെ അങ്ങനെ ഓർക്കണം. അതുകൊണ്ട് ഡെലിവറി പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം മനസ്താപം, കരുണക്കൊന്ത അങ്ങനെ പ്രാർത്ഥിച്ച് കയറി വന്നിട്ട് ഇച്ചിരി ലാസ്റ്റ് സ്റ്റേജിലേക്ക് വിശ്വാസം എടുക്കുന്നതാണ് നല്ലത്. മൂന്നാമത്തേത് ചുറ്റി നടക്കുക. ചുറ്റി നടക്കുക എന്ന് പറയുമ്പോൾ എവിടെയാണ് കെട്ടഴിയേണ്ടത് അവിടെ ചെല്ലണം. ആ സ്ഥലത്ത് ചില ദുഷ്കർമ്മങ്ങൾ നടന്നു, അവിടെ ഫിസിക്കലി ആരോ പ്രസൻ്റ് ആയിട്ട് തിന്മ പതിപ്പിച്ചതാണ്. അതുകൊണ്ട് നമ്മൾ ഫിസിക്കലി പ്രസൻ്റായി ദൈവ സാന്നിധ്യം പതിപ്പിക്കണം. അതാണ് ഇതിൻ്റെ ടെക്നിക്ക് വരുമ്പം. അപ്പം നമ്മൾ ഈ പറഞ്ഞ പ്രശ്നം എവിടെയാണോ, നമ്മൾ വീടാണോ, പറമ്പാണോ, കടയാണോ, തൊഴുത്താണോ, തോട്ടമാണോ, അവിടേക്ക് ഈ പറഞ്ഞ രീതി ഒരുങ്ങിയിട്ട് ഫിസിക്കലി ചെന്ന് കയറി ഇറങ്ങി നടക്കുക, ചവിട്ട് നടക്കുക. നമ്മുടെ നിഴലിൽ ശബ്ദം എല്ലാം അവിടെ വരട്ടെ, നമ്മൾ സാന്നിധ്യം അവിടെ പതിയട്ടെ. അങ്ങനെ ചുറ്റും അങ്ങനെ പോകുമ്പം സൗകര്യമുണ്ടെങ്കിൽ ആഘോഷമായിട്ട് പോവുക. എന്ന് വെച്ചാൽ എന്താ? ഹോളി വാട്ടർ ഒന്നാമത് എടുക്കാവുന്നത്. നിവൃത്തിയുണ്ട്, ഹോളി വാട്ടർ എടുത്ത് അത് തളിച്ചുകൊണ്ട് പോവുക. പിന്നെ സൗകര്യമുണ്ടെങ്കിൽ ധൂപം എടുക്കുക, ആൾക്കാരുണ്ടെങ്കിൽ കുരിശുരൂപം, ബൈബിള് അങ്ങനെയൊക്കെ എടുത്ത് നമുക്ക് അനുകൂല സാഹചര്യമാണെങ്കിൽ അങ്ങനെ ആഘോഷമായിട്ട് തന്നെ പോവുക. ഇനി സാഹചര്യം അനുകൂലമല്ല, വീടിന് ചുറ്റും പോവുക. പക്ഷെ അപ്പുറത്തെല്ലാം വിജാതി ആൾക്കാരാണ്, അവരിങ്ങനെ നമ്മുടെ അത്ര ഇതില്ല. അങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലെയോ, ഇതെപ്പം വേണം ചെയ്യാം, രാവിലെയോ ഉച്ചയ്ക്കോ രാത്രി എപ്പോഴും നടത്താം. നമ്മളിപ്പം സാഹചര്യം പ്രതികൂലമാണെങ്കിൽ ഇപ്പം രാവിലെ നടത്തുക. രാവിലെ നടത്തുമ്പോൾ നമ്മളിങ്ങനെ ഇറങ്ങിയിട്ട് വെള്ളവും തെളിച്ച് ധൂപിച്ചൊക്കെ ഇങ്ങനെ പോകുന്ന കാണുമ്പോൾ അവർ ജനാലയിൽ കൂടെ നോക്കുമ്പം ഇത് കണ്ടാൽ അവർ പിന്നെ വേറെ വല്ലത്തോട്ട് ഓടും, തിരിച്ച് വല്ലതും ചെയ്യിക്കാൻ. അവർക്ക് പേടിയാകും. ധൂപിക്കുന്നുണ്ട്, തളിക്കുന്നുണ്ട്, ഏതാണ്ടൊക്കെ പെറുപെറുക്കുന്നുണ്ട്, സംഗതി കുഴപ്പമാണ്. അത് വിവേകം എടുക്കണം. സാഹചര്യം നോക്കിയിട്ട് അനുവദിക്കുന്ന പോലെ ആഘോഷമാക്കുക. അല്ലെങ്കിൽ ഉചിതമായ രീതിയിൽ വിവേകത്തോടെ സമയം സാഹചര്യം നോക്കിയിട്ട് അങ്ങനെ ചെയ്യുക. അങ്ങനെ ചുറ്റി നടക്കുക. അത് നാലാമത്തത് ആവർത്തിക്കുക. എത്ര പ്രാവശ്യം ആവർത്തിക്കണം? 7 എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 6 ദിവസം ഓരോ റൗണ്ട്, 7-ാം ദിവസം 7 റൗണ്ട് പോയി ജെറിക്കോയിൽ. അന്നേരം ഒരു കാര്യം ഓർക്കണം, അവർ യുവാക്കൾ തന്നെ 6 ലക്ഷം ഉണ്ടായിരുന്നാണ് പറയുന്നത്. അപ്പോൾ എന്താ വ്യത്യാസം? 6 ലക്ഷം പേര് ഒരു റൗണ്ട് പോകുന്നതും ഒരാൾ 6 ലക്ഷം പ്രാവശ്യം പോകുന്നതും ഒരുപോലെയാണ്. നമ്മൾ 140 പേര് ഒരു കരുണക്കൊന്ത ചെല്ലുമ്പം 140 കരുണക്കൊന്ത ഡൗൺലോഡിങ് നടക്കും ഇവിടെ. 4 പേര് ഒരു റൗണ്ട് പോകുമ്പം ഒരാൾ 4 പ്രാവശ്യം പോകുന്നതിന് ഫലമുണ്ട്. അപ്പോൾ അതൊരു കാര്യം പരിഗണിക്കണം.
പിന്നെ എന്തുമാത്രം തിന്മ ഇവിടെ പതിഞ്ഞിട്ടുണ്ട്, അതിനെ തീർക്കാൻ മാത്രം ദൈവശക്തി എടുക്കണം. അതുകൊണ്ട് 7 ദിവസം എന്നുള്ളത് അതേ മാത്രം പിടിച്ച ആവശ്യത്തിനായെന്ന് വരികയല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞൊരു 21 days എടുക്കുക. അപ്പോൾ തീരെ കുറച്ചുമല്ല, ഒത്തിരി കൂടുതലുമല്ല, നമുക്കൊന്ന് പൂർത്തിയാക്കാം. 3 ആഴ്ച അത് പൂർത്തീകരിച്ചിട്ട് അടുത്ത റൗണ്ട് ചിന്തിക്കുക. അങ്ങനെ എടുക്കുക. ഒരു ദിവസത്തിന് എത്ര പ്രാവശ്യം വേണം, നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക, ഉള്ളി കിട്ടുന്ന പോലെ ചെയ്യുക. എത്ര സമയമുണ്ട് ചുറ്റി പോകാൻ? ഒത്തിരി നീണ്ട വഴിയാണ്, ഒരു റൗണ്ട് പോവുക, ആ റൗണ്ട് തീരുന്നിടം വരെ വിശ്വാസമാണ് ചെല്ലുക. ചെറിയ റൂട്ടേ ഉള്ളെങ്കിൽ ഇത്ര വിശ്വാസമാണ് ചെല്ലുന്ന തീരുന്നിടം വരെ ചുറ്റി നടക്കുക. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഈ രീതിയിൽ നമ്മൾ നടത്തി ആ സ്ഥലത്തിന് കെട്ട് പൊട്ടിച്ചെടുക്കുന്നു. ഇതാണ് ജെറിക്കോ പ്രാർത്ഥന.